ക്ഷമയുള്ളവർക്ക് സന്തോഷവാർത്ത പറഞ്ഞു കൊടുക്കുക. ഈ പരിസരത്തുള്ള പ്രിയപ്പെട്ട SKSSF-ന്റെ ചുണക്കെട്ടന്മാർ ഈ പരിപാടിക്ക് വേണ്ടി എന്റെ മുന്നിൽ വന്നിട്ട്, പ്രിയപ്പെട്ട ഉസ്താദേ, നിങ്ങളെ ഞാൻ വാതിന് ബുക്ക് ചെയ്തു എന്ന ഒരു തെറ്റ് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അള്ളാന്റെ ഹബീബിനെ കുറിച്ച് നിങ്ങൾ ആവേശത്തോടുകൂടി പറയുന്ന റസൂലുള്ളാഹിയുടെ പ്രസംഗം കേട്ട് സ്റ്റേജിലിരുന്ന് പൊട്ടിക്കരഞ്ഞവരാ നമ്മൾ. അള്ളാന്റെ ഹബീബിന്റെ മദീനയെ കുറിച്ച് പറഞ്ഞപ്പോ അറിയാതെ സരസിലിരുന്ന് തക്ബീർ വിളിച്ചു പോലവരാ നമ്മൾ. അതുകൊണ്ട് നമ്മൾ മനസ്സുകൊണ്ട് കരുതി വെടിക്കരയുടെ പരിസരത്ത്, പരവൂരിന്റെ പരിസരത്ത് പ്രിയപ്പെട്ട സമുദായത്തിന്റെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ, പലപ്പോഴും നിസ്കാരം മറന്നുപോകുന്ന ഉമ്മമാർക്ക്, സീരിയലിന്റെ മുന്നില് പെറ്റുകിടക്കുന്ന പോലെ അതയിരിക്കുന്ന നാണം കെട്ട സഹോദരിമാർക്ക് ദീൻ പറഞ്ഞു കൊടുക്കാ. ഒരു 3-4 ദിവസം ഉസ്താദേ, നിങ്ങൾക്ക് എന്ന് സൗകര്യമുണ്ടോ അന്ന് മതി എന്ന് പറഞ്ഞ് ഡേറ്റ് വാങ്ങിയിട്ട് പിന്നെ വിളിച്ചിട്ടവരൊക്കെ വല്ലാത്ത സങ്കടത്തിലാണ്. കാരണം എന്തേ? വർക്കലയുടെ പരിസരത്തെല്ലാം ഇന്ന് നൗഷാദ് വാക്കവി മുജാഹിദുകാരനായി പോയി. കാന്തപുരം ഉസ്താദിന്റെ നമ്പർ ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കണം, നട്ടല്ലുള്ളവരെ, നൗഷാദ് വാക്കവി ആരാണെന്ന് നിങ്ങൾ ആദരിക്കുന്ന കാന്തപുരം ഉസ്താദ് നിങ്ങളോട് പറഞ്ഞു തരുമല്ലോ. എന്റെ കൂടെ മദീനത്ത് വന്ന് പൊട്ടിക്കരന്ന ജലാലുദ്ദീൻ മദരി എന്ന് പറയുന്ന ഉസ്താദ് അടുത്ത പള്ളിയിൽ ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹവും ഞാനുമായിട്ട് മദീനത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ക്ലാസ് എടുത്തവരാണ്. തീർന്നിട്ടില്ല. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം എന്നല്ല, ലോകത്തിന്റെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും പോയി സംഘടനാ പ്രസംഗം നടത്തുന്ന ബാദ്ഷാ സഖാഫി ഉസ്താദിനെ അറിയില്ലേ? ഉസ്താദുമാരിൽ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ബാദ്ഷാ സഖാഫി. ഞാൻ ഏത് പ്രസ്ഥാനത്തിന്റെ ആളാണെന്ന് ചോദിച്ചു നോക്കുമോനെ. അല്ലാതെ ഇന്നലെ കടന്നു വന്ന പ്രസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ മെമ്പർഷിപ്പ് കിട്ടിയെന്ന് പറഞ്ഞ് നിന്നെ ആ പ്രസ്ഥാനത്തിന്റെ അംഗമാകാനുള്ള പവർ നിനക്കില്ല പോലെ. അതൊക്കെ ആരിഫീങ്ങളുടെ പ്രസ്ഥാനമാണ്. നിസ്കാരമില്ലാതെ കറങ്ങി നടന്ന് പെണ്ണിന്റെ പിന്നാലെ മൊബൈലും കൊണ്ട് ഒപ്പി നടന്നിട്ട് നബിദിനത്തിന്റെ 1-2 തക്ബീർ വിളിക്കുമ്പോ റൗളയങ്ങ നിന്റെ വീട്ടിന്റെ അകത്ത് അത്താഴത്തിന്റെ അകത്തകത്ത് വരുമെന്ന് കരുതിപ്പോരം മടയാ. ആ പ്രസ്ഥാനമല്ല സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനങ്ങൾ മുഴുവനും ആരിഫീങ്ങളുടെ നേതൃത്വം കൊടുക്കുന്നതാണ്. അത് ഈക്കയാകട്ടെ, അത് AP ആകട്ടെ, ഏത് പ്രസ്ഥാനമാകട്ടെ, അതിന്റെയൊക്കെ തലപ്പത്ത് വലിയ വലിയ മഹാനുഭാവന്മാരുണ്ട്. അല്ലാതെ ഇന്നലെ നീ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇന്നലെ ഇവിടെ ടാപ്പിങ്ങിന് നടന്നിട്ട് റസൂലുള്ളാഹിയെ കുറിച്ച് ഒന്ന് പറഞ്ഞുകൂടാതെ ഏതെങ്കിലും ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനാണെന്ന് പറഞ്ഞ് അതിനകത്തായിപ്പോയത് കൊണ്ട് നീ രക്ഷപ്പെടൂല മോനെ. ആ ഉസ്താദുമാരുടെ പൊരുത്തത്തോടെ ഉസ്താദുമാർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയിട്ട് പൊട്ടിക്കരന്ന് സലാത്ത് ചൊല്ലിക്കോ. അല്ലാതെ പാരവെക്കാനും ഫസാദ് പറയാനും ഈബത്ത് പറയാനും കൂട്ടുകാരുടെ മുഖത്ത് നോക്കിയിട്ട് മറ്റു പ്രസ്ഥാനങ്ങളെ അടച്ചാക്ഷേപിക്കാനുമുള്ള ചിന്ത വന്ന മോനെ നിന്റെ മനസ്സു മലിനമാ. നീ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം നല്ലതായതുകൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ പറ്റൂല. 101 വട്ടം ഞാൻ പറയുകയാണ്, നൗഷാദ് വാക്കവി മുജാഹിദുകാരനാണെന്ന് ഏതെങ്കിലും വീട്ടിന്റെ കത്ത് ഈ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു സഹോദരൻ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പൊരുത്തമില്ല മോനെ, എന്റെ പൊരുത്തമില്ല മോനെ. ശംസുൽ ഉസ്താദിന്റെ ഈ നഗറിൽ വെച്ചുകൊണ്ട് ഞാൻ പറയാണ്, പൊന്നുമോനെ, എന്തടുത്ത് വന്ന് പൊട്ടിക്കരഞ്ഞ് പൊരുത്തം ചോദിച്ചല്ലാറ് നിനക്കെന്റെ പൊരുത്തമില്ല. നീ ഏത് വലിയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചാൽ വല്ലാഹി സുന്നത്ത് ജമാഅത്തിന്റെ പവറുള്ള പ്രവർത്തകരാകാൻ നിനക്ക് പറ്റില്ല. എത്രയോ തലേക്കെട്ടുകാരെന്ന് പുത്തൻവാദികളാണ്. അതുപോലെ നിന്റെ അവസാനവും അങ്ങനെയായിരിക്കുമ്പോഴേ. കാരണം എന്തെന്നറിയോ? ആദർശത്തെ കുറിച്ച് പഠിക്കുമ്പോ, ആദർശ വിപ്ലവത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോ മുറുക്കാൻ കടയിലിരുന്ന് ചാന കുടിച്ചുകൊണ്ട് ഫസാദ് പറയുന്ന പോലെയല്ല. മദീനത്ത് പോയി നോക്കണം പോലെ. നീ കാലാണ്ടി പോയി ബർമൂടിയിട്ടോണ്ട് കുളിച്ചാ പോരാ, മദീനത്ത് പോയി നോക്കണം പൊന്നുപോലെ. മക്കയിൽ പോയി നോക്കണം പോലെ. ആദർശധാരികളാണ്, ആർച്ചവുമോ ഇസ്സത്തുള്ള ഉമ്മാന്റെ മുലപ്പാല് കുടിച്ച മോമിനീങ്ങളാണ് മക്കള്. നിനക്ക് മദീനത്ത് കാണാ. അവർ നിന്നെ പോലെ നബിദിനത്തിന്റെ മാത്രം മുണ്ടെടുക്കുന്നവരല്ല. അവർ നിന്നെ പോലെ ചോറ് വിളമ്പാൻ മാത്രം പച്ചക്കൊടി കെട്ടുന്നവരല്ല. അവർ നിന്നെ പോലെ കാര്യം കാണാൻ വേണ്ടി മാത്രം ഫ്ലെക്സ് ബോർഡ് അടിക്കുന്നവരല്ല. അവിടെ രക്തത്തിലൂടെ ഓടുന്നത് റസൂലുള്ളാഹിയുടെ പ്രേമമാ. അവരുറങ്ങുന്നത് റസൂലുള്ളാഹിക്ക് സലാം പറഞ്ഞിട്ടാ. അവരുണരുന്നത് റസൂലുള്ളാഹിക്ക് സലാം പറഞ്ഞിട്ടാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മനസ്സിന്റെ കത്ത് മലിനമായ ചിന്തകളുമായിട്ട് നടന്ന മോനെ രക്ഷപ്പെടാൻ പറ്റൂല. പശ്ചാത്തപിച്ചു മടങ്ങിക്കോ.
പൊട്ടിക്കടന്നു. ശംസുൽ ഉലമ എന്ന ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പേരിട്ടത് കൊണ്ട് മാത്രം കണ്ടില്ലേ കസേര പിഴയാറ് സഹോദരിമാർക്ക് ഇരിക്കാനിടമില്ലാറ് ഈ പരിസരം നിറഞ്ഞു കവിഞ്ഞത് കണ്ടോ? നീ എന്ന് കരുതിപ്പോയി മോനെ, ഇവിടെ ആരും വരൂലെന്ന് കരുതിയോ? SKSSFന്റെ വീടിന്റെ കുടുംബയോഗമല്ല ഇവിടെ നടക്കുന്നത്, മറിച്ച് എന്താണ് നടക്കുന്നതെന്നറിയോ? ആദർശ വിപ്ലവത്തിന്റെ മുന്നണി പോരാളികളായ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് സുറുചുറുക്കോടെ സമർപ്പണ ബോധത്തോടെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം സങ്കൂപ്പമുള്ള പാവപ്പെട്ട കണ്ണീരൊപ്പുന്ന പ്രവർത്തകരുടെ ഈമാനിന്റെ തെളിവാണിത്. അല്ലാഹു അവരിൽ പങ്കാകാനുള്ള മഹാഭാഗ്യം നമുക്ക് തരട്ടെ. ഇത്രയും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റൂല. കാരണം എന്താ? ഞാനൊരു സുന്നത്തിയമാത്തുകാരനാണ്. ഞാൻ അള്ളാന്റെ ഹബീബിനെ സലാത്ത് ചൊല്ലിയിട്ട് കിടന്നുറങ്ങുന്ന വെറും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നല്ല, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. എന്റെ റസൂൽ എന്റെ മുമ്പിലുണ്ട് എന്ന് സങ്കല്പിക്കുന്നവർക്ക് ആ സലാത്ത് എല്ലാം പറ്റൂ. അലൈക്ക, അങ്ങയുടെ മേലുണ്ടാകട്ടെ നബി എന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങുന്നവനാ ഞാൻ. എന്റെ ഇൽമിന്റെ വേദിയുടെ ബറക്കത്ത് എന്റെ മുത്ത് നബിയാ. അള്ളാന്റെ ഹബീബിന് സർവ്വതും സമർപ്പിച്ച ആരിഫീങ്ങളായ എന്റെ പ്രിയപ്പെട്ട ഗുരുവര്യന്മാരാ.